കേരളത്തിലെ കുട്ടികൾക്ക് ഒരു നയാ പൈസയുടെ ഉപയോഗം ഈ പിണറായി സർക്കാരിന് കൊണ്ടില്ല. ഒരു നയാ പൈസയുടെ ഉപകാരം, കാരണം കയ്യിൽ പൈസയില്ല. പക്ഷെ എന്നാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനല്ലേ ശ്രമിക്കേണ്ടത്. തങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നോക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? ഒന്നുകൂടി പറയുന്നത്, ഇത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള CPI അവരുടെ പ്രതിഷേധങ്ങൾ മാനിച്ചുകൊണ്ടാണ് പിൻവാങ്ങാനുള്ള തീരുമാനം എന്നത് ശരിയല്ലെന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. മറിച്ച് CPI ഇടതുമുന്നണിയിൽ നിന്ന് പോയാലും നിലനിന്നാലും വലുതായിട്ടൊന്നും അതിനകത്ത് സംഭവിക്കാനില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏത് CPI എന്ന് ചോദിച്ചത്. ശരിയാണത്. അതുകൊണ്ട് ഏതെങ്കിലും ഇറുക്കിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് PMC പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. മറിച്ച് മതമൗലികവാദികളാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തീവ്രവാദ സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഈ ആത്മഹത്യാപരമായിട്ടുള്ള, കുട്ടികളെ സംബന്ധിച്ച് കൊടും പാതകമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കോൺഗ്രസും കേരളത്തിൽ PMC പദ്ധതിയെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത്, അതുപോലെ KPCC പ്രസിഡന്റ് പറയുന്നത് ഓരോ കലാലയങ്ങളും RSSൻ്റെ ശാഖകളാക്കി മാറ്റാൻ പോകുന്ന, അതായത് PMC പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആധുനികമായ സാങ്കേതിക വിദ്യകളുള്ള അത്തരം സൗകര്യങ്ങളുള്ള ക്ലാസ് മുറി കിട്ടും. അതുപോലെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതുകൊണ്ടാണ് RSS ശാഖ ഇതുകൊണ്ടാണോ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായി സൗകര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണോ, അതിനെയാണോ RSS ശാഖ എന്ന് പറയുന്നത്? എനിക്കറിയില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ ആരോപണം ഈ PMC പദ്ധതി നടപ്പായാൽ കോളേജുകളൊക്കെ RSSൻ്റെ ശാഖയായി മാറുന്ന. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അശോക് ഗെഹ്ലോട്ടിനെയാണ്. രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് ഇതേ PMC പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേ ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ രാജസ്ഥാനിൽ നടപ്പാക്കിയ PMC പദ്ധതി, ഹിമാചൽ പ്രദേശിൽ നടപ്പാക്കിയ PMC പദ്ധതി, തെലങ്കാന സർക്കാർ നടപ്പാക്കിയ PMC പദ്ധതി, അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടോ കേരളത്തിലെ PMC പദ്ധതി? അപ്പോൾ ഇവിടെ എതിർക്കുന്നത് ഈ തീവ്രവാദികളുടെ, മതമൗലികവാദികളുടെ, ഭീകര സംഘടനകളുടെ, ദേശവിരുദ്ധ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്, അവരെ ഭയന്നിട്ടാണ്. കോൺഗ്രസും അടുത്ത തെരഞ്ഞെടുപ്പിനെയാണ് കാണുന്നത്, കുട്ടികളുടെ ഭാവിയല്ല. കോൺഗ്രസും കാണുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തിയാലും തിരക്കേടില്ല, അവർക്ക് നവീനമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടാലും തിരക്കേടില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മതതീവ്രവാദികളുടെ വോട്ടുകൾ കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസും CPMൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട്, ഇടതുമുന്നണിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ PMC പദ്ധതി എതിർക്കുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് കേരളത്തിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ്. ഇതിൻ്റെ തുക, ഈ PMC പദ്ധതിയിൽ നിന്നുള്ള തുക, അതിവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തിരിച്ച് അവർക്ക് ലഭ്യമാകുന്നത് വരെ PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പിന്മാറുകയാണെങ്കിൽ അത് തിരിച്ചതിൻ്റെ ആനുകൂല്യം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും.
അല്ല, അതിൻ്റെ സാങ്കേതികമായിട്ട് പിന്മാറാൻ സാധിക്കുമോ എന്നുള്ളത് വേറെ വശം. പക്ഷെ പിന്മാറാനുള്ള സർക്കാർ തീരുമാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കി അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന് രാഷ്ട്രീയ വശവും അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുണ്ടാകാവുന്ന നഷ്ടവും അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞ CPI പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ CPIയുടെ പ്രതിഷേധത്തെ മാർക്സിസ്റ്റ് പാർട്ടി CPIയുടെ പ്രതിഷേധത്തെ വലിയ ഗൗരവത്തോട് കാണും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവർക്ക് എത്രമാത്രം കേരളത്തിൽ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, വോട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകളാണ് എതിർക്കുന്നത്. കേരളത്തിലെ തീവ്രവാദ സംഘടന, അത് PFI ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, എല്ലാം തന്നെ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവരുടെ ജിഹോകൾ, അതിൽ വരുന്ന എഡിറ്റോറിയൽ പേജ്, അതൊക്കെ നോക്കിയാൽ മതി എത്രമാത്രം ശക്തമായി രൂക്ഷമായിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലാണ് മുട്ടുമടക്കിയിട്ടുള്ളത്. അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ട്. CPIയുമായിട്ട് പരസ്യമായ ചർച്ച നിങ്ങളുടെ മുന്നിലാണ് നടന്നത്, മാധ്യമങ്ങളുടെ മുന്നിൽ. പക്ഷേ ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് CPM നേതൃത്വം രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലാണ് അവർ യഥാർത്ഥത്തിൽ മുട്ടുമടക്കിയിട്ടുള്ളത്. കോൺഗ്രസും അത് തന്നെയാണല്ലോ.